ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനും വിജയം നേടാനും ബി.ജെ.പി. ഇതുവരെ പഠിച്ചിട്ടില്ല. ആകെ അറിയുന്നത് കള്ളം കാണിക്കാൻ മാത്രമാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസവും അതേ അടവ് തന്നെ പയറ്റി വിജയം നേടാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ഒഡീഷയിൽ നിന്നുള്ള കോൺഗ്രസ് എം.എൽ.എമാരെ കോടിക്കണക്കിന് രൂപ നൽകി വിലക്കെടുക്കാൻ ബി.ജെ.പി. ഏജന്റുമാർ ശ്രമിച്ചെന്ന അതീവ ഗുരുതരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒഡീഷയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തങ്ങളുടെ അധിക സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കുതിരക്കച്ചവടം നടത്താൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം മുൻകൂട്ടി കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഒഡീഷയിൽ നിന്നുള്ള 8 കോൺഗ്രസ് എം.എൽ.എമാരെ മാർച്ച് 12-ന് ഒരു സ്വകാര്യ റിസോർട്ടിലേക്ക് കോൺഗ്രസ് മാറ്റിയിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് നടക്കേണ്ട മാർച്ച് 16-ന് തൊട്ടുതലേന്ന്, അതായത് മാർച്ച് 15-ന് രാത്രി ഈ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് 4-അംഗ സംഘം റിസോർട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. വീരേന്ദ്ര പ്രസാദ്, സുരേഷ്, അജിത് കുമാർ സാഹു, സിമാഞ്ചൽ മൊഹാക്കുഡ് എന്നിവരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നവർ. ഇവർ എം.എൽ.എമാരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന ബ്ലാങ്ക് ചെക്കുകൾ ഓഫർ ചെയ്യുകയും ചെയ്തു. ചെക്കുകളിൽ എം.എൽ.എമാർക്ക് ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാമെന്നും പകരം വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ അധിക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നുമായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ കോൺഗ്രസ് എം.എൽ.എമാർ ഈ വമ്പൻ വാഗ്ദാനത്തെ ഒറ്റക്കെട്ടായി പുച്ഛിച്ചു തള്ളുകയായിരുന്നു. എം.എൽ.എമാർ ഒരു തരത്തിലും വഴങ്ങുന്നില്ലെന്ന് മനസ്സിലായതോടെ സംഘം ഭീഷണിയിലേക്ക് കടന്നു. എം.എൽ.എമാരെ പരസ്യമായി അസഭ്യം പറയുകയും വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒഡീഷയിലേക്ക് മടങ്ങിപ്പോയാൽ ജീവനോടെ വിടില്ലെന്ന് വധഭീഷണി മുഴക്കുകയും ചെയ്തു. സാഹചര്യം ഉടൻ തന്നെ എം.എൽ.എമാർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ഒഡീഷയിൽ നിന്നുള്ള കോൺഗ്രസ് എം.എൽ.എമാരുടെ സംഘത്തിന് നേതൃത്വം നൽകുന്ന അശോക് കുമാർ ദാസ് ആണ് ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത്. റിസോർട്ടിൽ വെച്ച് ബി.ജെ.പി. സംഘം പണവുമായി എം.എൽ.എമാരെ സമീപിച്ച ഉടൻ തന്നെ അദ്ദേഹം ബംഗളൂരുവിലെ ബിദാദി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു. തന്റെ കൂടെയുള്ള എം.എൽ.എമാരെ പണം നൽകി വശത്താക്കാൻ ശ്രമിക്കുന്നുവെന്നും അവർക്ക് വധഭീഷണിയുണ്ടെന്നും അദ്ദേഹം പോലീസിനെ അറിയിച്ചു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉടൻ റിസോർട്ടിലെത്തി പ്രതികളെ പിടികൂടിയത്. റിസോർട്ടിലെത്തിയ സംഘത്തിലെ 2 പേരെ പോലീസ് അവിടെ വെച്ച് തന്നെ പിടികൂടി. ഇതിൽ വീരേന്ദ്ര പ്രസാദ് എന്നയാളുടെ ഒപ്പുള്ള ബ്ലാങ്ക് ചെക്കുകൾ പോലീസ് തെളിവായി പിടിച്ചെടുത്തിട്ടുണ്ട്. വീരേന്ദ്ര പ്രസാദും സുരേഷുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമരയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് കാണാൻ കഴിഞ്ഞതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ആരോപിച്ചു. അദ്ദേഹം നേരിട്ട് റിസോർട്ടിലെത്തിയാണ് എം.എൽ.എമാർക്ക് തുടർന്നുള്ള സുരക്ഷ ഉറപ്പാക്കിയത്. യഥാർത്ഥത്തിൽ 2014-ന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരം കുതിരക്കച്ചവടങ്ങൾ ഒരു പുതിയ സാധാരണത്വം അഥവാ ന്യൂ നോർമലായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ വിജയിച്ച ജനപ്രതിനിധികളെ പണം നൽകിയോ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയോ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുക എന്നത് ബി.ജെ.പിയുടെ ഒരു സ്ഥിരം രാഷ്ട്രീയ ശൈലിയായി മാറിയിട്ടുണ്ട്. മുൻപ് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗോവയിലുമെല്ലാം നമ്മൾ കണ്ട അതേ തിരക്കഥയുടെ ആവർത്തനമാണ് ഇവിടെയും നടക്കുന്നത്. എന്നാൽ പണ്ട് കാലത്തെ പോലെ ചാക്കിൽ പണവുമായി വന്നിരുന്നവർ ഇന്ന് ബ്ലാങ്ക് ചെക്കുമായി പരസ്യമായി വരുന്നത് കുതിരക്കച്ചവടം നടത്തുന്നവരുടെ വർദ്ധിച്ച ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. ബി.ജെ.പി. ഇതര സർക്കാരുകളെ വീഴ്ത്താൻ അവർ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ പച്ചയായ തെളിവാണ് ഈ ബംഗളൂരു റിസോർട്ട് നാടകം. ഒഡീഷയിൽ നിന്നുള്ള എം.എൽ.എമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഘത്തിലെ എല്ലാവർക്കും ബി.ജെ.പിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൽ പിടിയിലായവർ കുറ്റം സമ്മതിച്ചതായും ബി.ജെ.പി. നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ എത്തിയതെന്ന് വെളിപ്പെടുത്തിയതായും സൂചനകളുണ്ട്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എം.എൽ.എമാരെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ കഴിയില്ലെന്ന അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് കർണാടകയെ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇവരെ മാറ്റേണ്ടി വരുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാർ എം.എൽ.എമാരാണ്. അവരുടെ വോട്ടുകൾ ഇത്തരത്തിൽ പണം നൽകി വാങ്ങുന്നത് ഭരണഘടനയോടുള്ള വലിയ വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്.